ഹലോ, വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ്. പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അന്തരിച്ച ദിവസം ഏത് എന്നുള്ളത് നമ്മുടെ പരീക്ഷകളിൽ എപ്പോഴും ആവർത്തിക്കാറുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രമുഖ വ്യക്തികളും അവർ അന്തരിച്ച ഡേറ്റുകളുമാണ്. വർഷമടക്കം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2023-24 നമ്മളെ വിട്ടു പിരിഞ്ഞ ആളുകൾ ഏതൊക്കെ ദിവസമാണ് അവർ പോയത്, ഓക്കെ, അവരന്തരിച്ചത് ഏതൊക്കെ ദിവസത്തിലാണെന്ന് കൂടി നമുക്ക് പഠിക്കാം. അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് 2023 ജനുവരി 31 ശാന്തി ഭൂഷൺ അന്തരിക്കുന്നത്. ശാന്തി ഭൂഷൺ അന്തരിക്കുന്നത് 2023 ജനുവരി 31 ഓക്കെ. നമുക്കറിയാം ജനുവരി 30 എന്താണ്, രക്തസാക്ഷിത്വ ദിനമാണ് അല്ലേ. അപ്പോൾ അതിനുശേഷം എല്ലാവർക്കും ഒരു ശാന്തി വേണം അല്ലേ. രക്തസാക്ഷി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ശാന്തി അങ്ങനെ വെച്ച് കണക്ട് ചെയ്താൽ മതി. 2023 ജനുവരി 31. ഓക്കെ. ഇനി നമ്മളെല്ലാവരും ഏറെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇന്നസെൻറ്റ്. അപ്പോൾ അദ്ദേഹം മരിച്ചത് 2023 മാർച്ച് 26 അപ്പോൾ 26 ഇന്നസെൻറ്റ് നമ്മളെ വിട്ട് പിരിഞ്ഞു. ഓക്കെ. 2023 മാർച്ച് 26. ഇനി 2023 മാർച്ച് 31 സാറാ തോമസ് ആണ് അന്തരിച്ചത്. ഓക്കെ. പ്രശസ്ത സാഹിത്യകാരിയായിട്ടുള്ള സാറാ തോമസ് 2023 മാർച്ച് 31. ഓക്കെ. ജനുവരി 31 ശാന്തി ഭൂഷണാണ്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, 2023 മാർച്ച് 26 ഇന്നസെൻറ്റ്, ദെൻ മാർച്ച് 31 സാറാ തോമസ്. കിട്ടിയല്ലോ. അടുത്തത് 2023 ഏപ്രിൽ 26. ഓക്കെ. മാർച്ച് 26 ഇന്നസെൻറ്റ് പോയി. അതുപോലെ തന്നെ ഏപ്രിൽ 26 ആയപ്പോഴേക്കും നമ്മളെ ഏറെ ചിരിപ്പിച്ച മാമുക്കോയും നമ്മളെ വിട്ടുപോയി. ഓക്കെ. മാമുക്കോയ 2023 ഏപ്രിൽ 26 അന്തരിച്ചത്. ഓക്കെ. ഇനി നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി, അദ്ദേഹം മരിച്ചത് 2023 ജൂലൈ 18 2023 ജൂലൈ 18 ഉമ്മൻചാണ്ടി സാറ് നമ്മളെ വിട്ടുപോയി. അതുപോലെ തന്നെ 2023 ജൂലൈ 31 വക്കം പുരുഷോത്തമൻ, മുമ്പ് നമ്മുടെ ഒരുപാട് തവണ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ പദവിയൊക്കെ വഹിച്ചിരുന്ന ആളാണ് നമ്മുടെ വക്കം പുരുഷോത്തമൻ. അദ്ദേഹം ജൂലൈ 31 അന്തരിക്കുന്നത്. അപ്പോൾ ജനുവരി 31 ശാന്തി ഭൂഷൺ, മാർച്ച് 31 സാറാ തോമസ്, ജൂലൈ 31 വക്കം പുരുഷോത്തമൻ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി സംവിധായകനായിട്ടുള്ള സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് 2023 ഓഗസ്റ്റ് 8 നമ്മെ വിട്ട് പിരിഞ്ഞത്. ഓക്കെ. 2023 ഓഗസ്റ്റ് 8. അതിനുശേഷം 2023 സെപ്റ്റംബർ 24 KG ജോർജ്, സിനിമ സംവിധായകൻ തന്നെയാണ് KG ജോർജ്. അദ്ദേഹം അന്തരിക്കുന്നത് 2023 സെപ്റ്റംബർ 24. ഇനി 2023 സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ. ഓക്കെ. MS സ്വാമിനാഥൻ അന്തരിക്കുന്നത് എന്നാണ് 2023 സെപ്റ്റംബർ 28. ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്തോളൂ കേട്ടോ, MS സ്വാമിനാഥൻ. ഇനി 2023 നവംബർ 21 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പി വത്സല നമ്മളെ വിട്ടു പോയത് 2023 നവംബർ 21 ഇനി 2023 നവംബർ 23 ഫാത്തിമ ബീവി. ഓക്കെ. നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഫാത്തിമ ബീവി 2023 നവംബർ 23. നമ്മളിത് രണ്ടും നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 2024 ഫെബ്രുവരി 21 ഫാലി എസ് നരിമാൻ, അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ഓക്കെ. 2024 ഫെബ്രുവരി 21 ഫാലി എസ് നരിമാൻ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ അവരന്തരിച്ച ദിവസങ്ങൾ. ഒന്നും വിട്ടുപോകരുത്. ഇനിയും ആളുകളൊക്കെ ഉണ്ടായിരിക്കും, ഇത് ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം. 2023 ജനുവരി 31 ശാന്തി ഭൂഷൺ, അതുപോലെ തന്നെ 2023 മാർച്ച് 31 സാറാ തോമസ്, 2023 ജൂലൈ 31 വക്കം പുരുഷോത്തമൻ. ഇത് മൂന്നും ഒരുമിച്ച് തന്നെ പഠിക്കുക. ഇനി മാർച്ച് 26 ഇന്നസെൻറ്റ്, അതുപോലെ തന്നെ ഏപ്രിൽ 26 മാമുക്കോയ. ഓക്കെ. ഇനി നമ്മുടെ 2023 ജൂലൈ 18 ഉമ്മൻചാണ്ടി, 2023 ഓഗസ്റ്റ് 8 സംവിധായകനായിട്ടുള്ള സിദ്ദിഖ്, അതുപോലെ തന്നെ സെപ്റ്റംബർ 24-28 KG ജോർജും, അതുപോലെ തന്നെ MS സ്വാമിനാഥൻ. ശ്രദ്ധിക്കാട്ടോ, സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ. ഇനി 2023 നവംബർ 21 പി വത്സല, അതുപോലെ തന്നെ നവംബർ 23 ഫാത്തിമ ബീവി. ദെൻ 2024 ഫെബ്രുവരി 21 ഫാലി എസ് നരിമാൻ. ഇവരൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട നമ്മളെ വിട്ടുപോയ ആളുകൾ, അവരുടെ അന്തരിച്ച ദിവസങ്ങൾ. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം. താങ്ക്